അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കേരള കോൺഗ്രസിൻ്റെ കോട്ടയും പിന്നീട് മാണി ഗ്രൂപ്പ് കോൺഗ്രസിൻ്റെ കോട്ടയുമായിരുന്ന പാലാ നഗരസഭയിൽ ജഗപൊക 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 മാറുന്നു മറിയുന്നു തിരിയുന്നു തിരിയുന്നു മറിയുന്നു മായുന്നു മറിയുന്നു. ഇപ്പോൾ അവസാനം ഇടത് കോൺഗ്രസ് വിമതരുടെ സഖ്യം മായ രാഹുൽ ചെയർപേഴ്സണായിരിക്കുകയാണ്. ബിനു പുളിക്കണ്ടത്തിൽ കഴിഞ്ഞ പ്രാവശ്യമാണ്, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ രാജിവെച്ചിട്ട്. പാലാ നഗരസഭയുടെ അധ്യക്ഷ UDF വിമത വിഭാഗത്തിൽ നിന്നുള്ള സ്വതന്ത്ര അംഗം മായ രാഹുൽ തിരഞ്ഞെടുക്കപ്പെട്ടു. 16 വോട്ടുകളാണ് മായയ്ക്ക് ലഭിച്ചത്. അതിൽ UDF സ്ഥാനത്ത് റിയ ചിരാങ്കുഴിയെ പരാജയപ്പെടുത്തിയാണ് മായ രാഹുൽ നഗരസഭയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തിയത്. റിയയ്ക്ക് 10 വോട്ടുകളാണ് ലഭിച്ചത്. ശരിക്കും ഈ പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ സ്ത്രീകളെ കൊണ്ടുവന്നപ്പോൾ നമ്മൾ സമൂഹം ആഗ്രഹിച്ച ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, രാഷ്ട്രീയ ചക്കളത്തി പോരാട്ടം ഇല്ലാതാകും. എല്ലാവരും ആഗ്രഹിച്ചാണ്, സ്ത്രീകളല്ലേ, അവർ കുറച്ചുകൂടി പക്വതയോടെ പെരുമാറും. 2, അഴിമതി കുറയും, സ്വജനപക്ഷപാതം ഇല്ലാതാകും, സ്ത്രീ നീതി കുറച്ചുകൂടെ നടപ്പിലാകും, പരിസ്ഥിതി കുറച്ചുകൂടെ സംരക്ഷിക്കപ്പെടും, കുട്ടികളുടെ സ്ത്രീകൾക്ക് കുറച്ചുകൂടി സുരക്ഷിതത്വം വരും. ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് 50% കേരളത്തിൽ സ്ത്രീകൾക്ക് പദവി കൊടുത്തത്. പക്ഷേ ചില സ്ഥലത്തെങ്കിലും, ഇപ്പോൾ പാലയിൽ തന്നെ നോക്കൂ, പുരുഷന്മാരെക്കാൾ മത്സരിക്കുകയാണ്. കുതികാൽ വെട്ടാനും പരസ്പരം പോരടിക്കാനും വലിയ പണിയാണ് നടക്കുന്നത്. 5 വിമത കോൺഗ്രസ് അംഗങ്ങളിൽ 4 പേരും മുഖ്യ പ്രതിപക്ഷമായ ഇടതുപക്ഷത്തെ 12 അംഗങ്ങളും മായ രാഹുലിനെ പിന്തുണച്ചു. വിമത അംഗമായിരുന്ന ലിസിക്കുട്ടി മാത്യു ഔദ്യോഗിക കോൺഗ്രസ് പത്രത്തിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ ആയാറാം ഗയാറാം, രാവിലെ ഒരിടത്ത്, ഉച്ചയ്ക്ക് ഒരിടത്ത്, വൈകിട്ടൊരിടത്ത്, കിടന്നുറങ്ങുന്നതൊരു പാർട്ടിയിൽ ഐക്യം പറഞ്ഞുകൊണ്ട് എഴിക്കുമ്പോൾ വേറൊരു പാർട്ടി, രാവിലെ ആരോടെങ്കിലും കാപ്പ് കുടിക്കും, ഉച്ചയാകുമ്പം ഭക്ഷണം മാറി കഴിക്കും. UDF ചെയർപേഴ്സണായ ദിയ ബിനു പുളിക്കക്കണ്ടം കഴിഞ്ഞ മാസം അവിശ്വാസത്തിലൂടെയാണ് പുറത്തായത്. പ്രതിപക്ഷമായ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച് 5 UDF അംഗങ്ങൾ വോട്ട് ചെയ്തതോടെയാണ് UDF ഭരണം പോയത്. 26 അംഗ നഗരസഭയിൽ 17 വോട്ടിനാണ് അന്ന് പാസ്സായത്. DCC നേതൃത്വത്തിൽ വിപ്പ് ലംഘിച്ച് 4 കോൺഗ്രസ് കൗൺസിലർമാർ പ്രമേയത്തെ പിന്തുണച്ചു. സ്വതന്ത്ര അംഗമായ മായ രാഹുലിനൊപ്പം കോൺഗ്രസ് കൗൺസിലർമാരായിരുന്ന ടോണി തൈപ്പറമ്പിൽ, ബിജു മാത്യൂസ്, ലിസിക്കുട്ടി മാത്യു, രജിത പ്രകാശ് എന്നിവരാണ് അന്ന് പ്രമേയത്തെ അനുകൂലിച്ചത്. വിപ്പ് ലംഘിച്ച 4 അംഗങ്ങളെയും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ ബിനു പുളിക്കക്കണ്ടത്തിനെ വളരെ പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സണായിരുന്നു, അവരെ ചവിട്ടി പുറത്താക്കി. ഇപ്പോൾ കോൺഗ്രസ്സുകാരും കോൺഗ്രസ് വിമതരും CPM കൂടി ഒന്നിച്ച് ഒരു സ്വതന്ത്രയെ നിർത്തി ആകുന്നു. എന്തൊരു പരീക്ഷണമെന്നറിയാവോ. ഇനി വേറെ തമാശയുണ്ട്. ഇതിനകത്തൊരു വലിയ തമാശയുള്ളത്, പഞ്ചായത്ത് രാജ് ആക്ടിൽ എഴുതി വെച്ചിട്ടുള്ളത് ദർ ഈസ് നോ പ്രതിപക്ഷം, ഓപ്പോസിഷൻ ഇല്ല പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ. മേയർ അതുകൊണ്ടാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി എടുക്കുമ്പോൾ പ്രതിപക്ഷ ആളുകൾക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ അവസരം കിട്ടും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് അവസരം കിട്ടും, സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ അവസരം കിട്ടും. കാര്യം പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ല, ഇതാണ് നമ്മളെ സംവിധാനം. പക്ഷേ ഇവിടെ പ്രതിപക്ഷമുണ്ട്, അതുകൊണ്ടാണ് ഈ ബഹളമൊക്കെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ പാലാ നഗരസഭ മുത്താണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ അഭ്യാസ കളരിയിൽ പുതിയ അധ്യായങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൽ നിന്ന് കുറച്ച് പേര് വിമതന്മാരായി മാറി, അവർക്ക് വിപ്പ് കൊടുത്തിട്ടും അവർ വോട്ട് ചെയ്തില്ല. കോൺഗ്രസ് പറഞ്ഞവർക്ക് ബിനു പുളിക്കക്കണ്ടത്തിൽ വോട്ട് ചെയ്തില്ല. അങ്ങനെ അവർ നഗരസഭ ചെയർപേഴ്സൺ രാജിവെക്കേണ്ടി വന്നു. പുതിയ ചെയർപേഴ്സണുള്ള തിരഞ്ഞെടുപ്പ് നടന്നു. അതിൽ ഇടതുപക്ഷവും കോൺഗ്രസിൽ നിന്ന് ഇറങ്ങിപ്പോയ വിമതപക്ഷത്തെയുമുള്ള 5 പേർ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ കൂടെ പോയ ഒരാൾ തിരികെ വന്നു. ഇനി എത്ര പേർ തിരികെ വരും, എത്ര പേർ അങ്ങോട്ട് പോകും, ഇതറിഞ്ഞൂടാ. ഇൻ ആൻഡ് ഔട്ട്, പുൾ ആൻഡ് പുഷ് കളിയാണ് അവിടെ, പുഷ് പുൾ കളിയാണ്. അപ്പോൾ അങ്ങോട്ട് തള്ളും, ഇങ്ങോട്ട് കയറും, അങ്ങോട്ട് തള്ളും, ഇങ്ങോട്ട് കയറും, വലിക്കുക, തള്ളുക, ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പാലാ നഗരസഭ കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായങ്ങൾ രചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ കേരള കോൺഗ്രസ്സിനുണ്ടായ അപജയത്തിൽ നിന്നാണ് ഇതെല്ലാം ഉടലെടുത്തത്. കേരള കോൺഗ്രസ് ആയിരുന്നു ദീർഘകാലം, മാണി സാർ ഉണ്ടായിരുന്നപ്പോൾ വലിയ കാലം, വളരെ വലിയ കാലത്തോളം കേരള കോൺഗ്രസ്സാണ് ഒന്നിച്ചു നിന്ന കേരള കോൺഗ്രസ് ആയിരുന്നു. പിന്നെ മാണി സാറിൻ്റെ കേരള കോൺഗ്രസ് ആയിരുന്നു. അത് പോയി, അതോടുകൂടി പാലായിൽ ജോസ് കെ മാണിയുടെ ഹതം ഹോഗയ. ജോസ് കെ മാണി തോറ്റു. 2 പ്രാവശ്യവും ജയിച്ചത്
മാണി സി കാപ്പനാണ്.